ഡിസ്ചാർജായി വീട്ടിലെത്തി മണിക്കൂറുകൾക്കകം രോഗി കുഴഞ്ഞു വീണ് മരിച്ചതിൽ പാലക്കാട് ജില്ലാ ആശുപത്രിക്കെതിരെ പരാതിയുമായി ബന്ധുക്കൾ രംഗത്ത് വരുന്നു. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് കൊടുക്കേണ്ട തീയതി വൈകി എന്നുള്ളതാണ് പരാതി. മലമ്പുഴ സ്വദേശിയായ സനൽ ആണ് മരിച്ചത്. വീട്ടുകാരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. എൻ്റെ കൂട്ടുകാരനാണ് മരിച്ചത്. പേര് സനൽ. ആൾ മലമ്പുഴക്കാരനാണ്. ആൾ അറ്റാക്കായിട്ട് വന്നതായിരുന്നു. വന്നത് ഇന്നേക്ക് 5 ദിവസമായി. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വന്നത്. വന്നു, ഇവിടെ അഡ്മിറ്റായി. 2 ദിവസം ICUയിൽ കിടന്നു. പിന്നെ ഇഞ്ചക്ഷന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ആൻജിയോ ചെയ്യണം എന്ന് പറഞ്ഞു. ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം പറഞ്ഞു. അത് തന്ന ഡേറ്റ് 4-ാം തീയതിക്കാണ് തന്നിരിക്കുന്നത്. അടുത്ത മാസം 4-ാം തീയതിക്കാണ് തന്നിരിക്കുന്നത്. ഇന്നലെ ഡിസ്ചാർജ് പേപ്പർ ഇന്നലെ ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെയാണ്. ഇന്ന് രാവിലെയാണ് വീട്ടിലേക്ക് പറഞ്ഞയച്ചു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് ഇന്ന് രാവിലെ വീട്ടിലേക്ക് പോയി. വീടെത്തി ആൾ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. ഞാൻ പരാതി എന്ന് പറഞ്ഞാൽ ഇത് ചികിത്സാ പിഴവ് തന്നെയാണ് മെയിൻ കാരണം. പിന്നെ ഡോക്ടർമാർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണില്ല. ശ്രീകുമാരാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനുള്ളത്. ശ്രീത്ത്, അത്തരത്തിൽ അവിടെ ചികിത്സ ആദ്യഘട്ടത്തിൽ കൊടുത്തു. അത് കഴിഞ്ഞ് അടിയന്തരമായി ചെയ്യേണ്ട ചികിത്സ നീട്ടിവെച്ചതാണ് മരണകാരണമായത് എന്നുള്ളതാണോ ബന്ധുക്കളുടെ പരാതി? ശ്രീത്ത്, അതെ, അതുതന്നെയാണ് ഹാഷ്മി അവരുടെ ഒരു പരാതി ഉള്ളത്. കാരണം 5 ദിവസം മുൻപ് ഹൃദയാഘാതം മൂലം അഡ്മിറ്റ് ആകുന്നു. 47 വയസ്സുകാരനാണ്. 2 പെൺകുട്ടികളാണ് ഈ സനലിന് ഉള്ളത്. എന്തായാലും അഡ്മിറ്റായി. ഇന്ന് രാവിലെ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോയി. വേദനയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ വേദനയൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം കാര്യമായ പരിശോധനകളൊന്നും നടന്നില്ല എന്നാണ് ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ഇപ്പോൾ പരാതിയായി പറയുന്നത്. വീട്ടിലെത്തി ഏതാണ്ട് 7 മണിക്ക് പോയി. 8 മണിയോടുകൂടി വീട്ടിൽ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അതിനിടെയാണ് പരാതിയുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് പ്രധാനമായും ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട തീയതി നീട്ടിയാണ് നൽകിയത്. അത് അടുത്ത ആഴ്ചയ്ക്കാണ് നൽകിയത്. അങ്ങനെ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ട് പരിശോധനയിൽ നിന്ന് കണ്ടെത്തിയിരുന്നുവെങ്കിൽ ആശുപത്രിയിൽ തന്നെ തുടരാൻ നിർദ്ദേശിക്കണമായിരുന്നു. ഡിസ്ചാർജ് നൽകി വീട്ടിലേക്ക് പറഞ്ഞു വിടരുതായിരുന്നു എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ആശുപത്രിയുടെ ഒരു ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ലെങ്കിലും അനൌദ്യോഗികമായി അവർ പറയുന്നത് കാര്യമായ കുഴപ്പങ്ങളൊന്നും തന്നെ പരിശോധനകളിൽ കണ്ടെത്തിയില്ല. അതുകൊണ്ടാണ് വീട്ടിലേക്ക് ഡിസ്ചാർജായി മടക്കി വിട്ടത്. മറ്റു തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നുമില്ല എന്നൊരു വിശദീകരണമാണ് അവർ നൽകുന്നത്. എന്തായാലും പോലീസിൽ ഈ വിഷയത്തിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ ആശുപത്രിയുടെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അവർ പറയുന്നത് പ്രകാരം ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്നാണ് പറഞ്ഞത്. അത് പിന്നീട് അങ്ങോട്ട് നീട്ടിവെച്ചു എന്നാണ് അവർ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി കേട്ടതിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അതിന് തുടർ ചികിത്സ തന്നെയാണത്. അത് ഡോക്ടർമാരുടെ ഒരു ഇത് പെട്ടെന്ന് തന്നെ ആൻജിയോപ്ലാസ്റ്റി അങ്ങ് ചെയ്യണമെന്നില്ല. അത് ഓരോ സാഹചര്യം നോക്കിയിട്ടാണ് ഡോക്ടർമാർ ചെയ്യുക. ഡോക്ടർമാരുടെ ജഡ്ജ്മെൻറ്റിൽ എറർ സംഭവിച്ചതാണോ അതോ അതല്ലാതെ ഡോക്ടർമാരുടെ പിഴവാണോ അല്ലേ എന്ന കാര്യത്തിലൊക്കെ അന്വേഷണത്തിൽ വ്യക്തമാവട്ടെ.